അങ്കമാലിയിലെ കുഞ്ഞിൻ്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. അമ്മൂമ്മ കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നതാണ് കണ്ടെത്തൽ. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിട്ടുണ്ട്. ശ്യാം പ്രസാദത്തുണ്ട്. ശ്യാം, ഞെട്ടിക്കുന്ന സംഭവമാണ്. എന്താണ് വിവരങ്ങൾ? രതീഷ്, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ച ശേഷം വീട്ടിൽ മുത്തശ്ശിയുടെ അടുത്ത് കിടത്തിയ ശേഷം അടുക്കളയിലേക്ക് പോയതായിരുന്നു. എന്നാൽ ആ സമയത്താണ് ഈ മുത്തശ്ശി തൻ്റെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ കഴുത്തിൽ കുത്തുന്നത്. തുടർന്ന് ഈ അച്ഛൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വന്ന് നോക്കുമ്പോൾ ചോരയൊലിച്ച് കിടക്കുന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. ഉടൻ തന്നെ ഈ കുഞ്ഞിനെ എടുത്ത് അച്ഛൻ വാരിപ്പുണർന്ന് നിലവിളിക്കുകയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ജോലിക്ക് പോകാൻ തയ്യാറായിരുന്ന അയൽവാസിയായ മണിയാണ് ഓടി വരുന്നത്. കാണുമ്പോൾ ഈ കുഞ്ഞ് ചോരയൊലിച്ച് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നു. അങ്ങനെ ഉടൻ തന്നെ ഇവർ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തോ കടിച്ചതാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. കാരണം അച്ഛനും മനസ്സിലായില്ല മുത്തശ്ശി ഇങ്ങനെ ചെയ്യുമെന്ന്. കാരണം മുത്തശ്ശി ഈ സോഡിയം കുറവിൻ്റെ പേരിൽ കുറേയധികം മരുന്നുകളും മറ്റുമൊക്കെ കഴിക്കുന്നതാണ്. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഇത് ഒന്നും കടിച്ചതല്ല, ഇത് ആഴത്തിലുള്ള ആയുധം കൊണ്ടുള്ള മുറിവാണ്. മുറിവ് നല്ല ആഴമുണ്ട്. കുട്ടിയെ രക്ഷപ്പെടുത്താൻ പാടാണെന്ന് പറഞ്ഞാൽ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ച കാര്യവും ഹോസ്പിറ്റൽ അധികൃതർ വ്യക്തമാക്കി. തുടർന്നാണ് അങ്കമാലി പോലീസിനെ ഹോസ്പിറ്റൽ അധികൃതർ തന്നെ വിവരമറിയിക്കുകയും അങ്കമാലി പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും മറ്റുമൊക്കെ നടത്തിയത്. നിലവിൽ വിശദമായ രീതിയിലുള്ള പരിശോധനയിൽ ഈ കുട്ടിയുടെ മുത്തശ്ശി ആണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായത്. കത്തി പോലീസ് അവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ഉടൻ തന്നെ ഈ മുത്തശ്ശിയെ കസ്റ്റഡിയിലെടുക്കാൻ വന്ന സമയത്ത് മുത്തശ്ശി കയ്യിലുണ്ടായിരുന്ന ഗുളികയൊക്കെ കഴിച്ച് ഒരു അബോധാവസ്ഥയിലായ സാഹചര്യമായിരുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള MAJ ആശുപത്രിയിലേക്ക് മുത്തശ്ശിയെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് മുത്തശ്ശി ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കുറേയധികം ഗുളികകൾ കഴിച്ചതിൻ്റെ പേരിലുണ്ടായ മാനസിക വിഭ്രാന്തിയോ മറ്റോ ആകാം എന്നതാണ് നിലവിൽ പോലീസും അനുമാനിക്കുന്നത്. എന്തായാലും ഈ കൊല നടത്തിയത് കുട്ടിയുടെ മുത്തശ്ശിയാണ് എന്നതാണ് ഇപ്പോൾ നാട്ടുകാരടക്കം ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന സംഭവമാണ്. ശ്യാം പ്രസാദ് ആ വിവരങ്ങൾ നൽകിയത്.